ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ആദരാഞ്ജലി അർപ്പിച്ച നിലവിൽ പീപ്പിൾ ടിവിയും പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് വിളിക്കാം, ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഇപ്പോൾ മറ്റ് സമഗ്രമായ ചർച്ചകളിലേക്ക് കൂടി പോകുമ്പോൾ NSG മുൻ കമാൻഡോ മേജർ രവി, അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം നിലവിൽ ചേരുന്നുണ്ട്. മേജർ രവി, താങ്കളുടെ ആദ്യ ചിത്രത്തിലാണ് എന്ന് തോന്നുന്നു പട്ടാളക്കാരൻ പറയുന്നതായി വീക്ഷിക്കുന്നത്, നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കോളൂ, ഞാൻ അതിർത്തിയിൽ ഉറങ്ങാതെ കാവലുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ അവരുടെ ആ ഉറക്കമില്ലായ്മയാണ് നമ്മുടെ കൃത്യമായ സ്വാസ്ഥ്യത്തോടെയുള്ള ഉറക്കം. വിശാലമായ അർത്ഥത്തിൽ ഒരു പട്ടാളക്കാരൻ്റെ ജീവൻ വീരമൃത്യു വരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സമാധാനം, സ്വാസ്ഥ്യം ഒക്കെ അതാണ്. അവർ തരുന്ന ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. നിരഞ്ജൻ്റെ ജീവിതത്തെ ഇതുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ? ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ആദരാഞ്ജലികൾ. ഒരു NSG കമാൻഡോ എന്ന രീതിയിൽ എനിക്ക് അദ്ദേഹത്തിന് ബന്ധമെന്ന് പറഞ്ഞാൽ, ഞങ്ങളെല്ലാവരും NSGയിൽ സർവീസ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു സഹോദരനേക്കാൾ കൂടുതലായിട്ടൊരു ബന്ധമാണ്. കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ട് വളരെയധികം തകർച്ച സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് വേറൊരു വികാരം കൂടെ മുന്നോട്ട് തേട്ടി വരുന്നത് എത്ര കാലം എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് വിധിക്കപ്പെട്ടതാണ് ഒരു പട്ടാളക്കാരന്. ഞാൻ എൻ്റെ കീർത്തിചക്രയിൽ എഴുതിയിരിക്കുന്ന ഡയലോഗ് എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് പ്രാവർത്തികമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ലൈഫിൽ കൂടെ എഴുതിയിട്ടുള്ള ഡയലോഗുകളാണത്. ഏതൊരു പട്ടാളക്കാരനും മനസ്സുകൊണ്ട് ഇത് ഇപ്പോഴും പറയും, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ ആ പട്ടാളക്കാരൻ്റെ മനസ്സിനകത്തുള്ള വികാരം എന്ന് പറയുന്നത്, ഞാൻ ഈ നാട്ടുകാർക്കെല്ലാവർക്കും ഒരു പ്രൊട്ടക്ഷൻ, ഒരു പ്രൊട്ടക്ടറായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും പറയുന്നുണ്ടെങ്കിലും പിറകിൽ അദ്ദേഹത്തിനറിയാം എൻ്റെ ജീവിതം എന്ന് വേണമെങ്കിലും പൊലിഞ്ഞു പോകാം. എങ്കിലും അത് വിചാരിച്ചുകൊണ്ട് എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ എൻജോയ് ചെയ്യട്ടെ എന്ന് പറയാതെ കിട്ടുന്ന സമയം മുഴുവൻ രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് ഈ സോൾജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഇന്ന് നിരഞ്ജനെക്കുറിച്ച് എനിക്ക് ഇന്നലെ NSGയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം കിട്ടിയപ്പം ആ കുട്ടി എന്ന് പറയാൻ എൻ്റെ അങ്ങനെയുള്ളൊരു പ്രായമായതുകൊണ്ട് ആ ലഫ്റ്റനന്റ് കേണലിൻ്റെ സ്വഭാവം ആർക്കും ഇഷ്ടപ്പെടുന്ന, അത് നമ്മൾ ഫോട്ടോ കണ്ടു കഴിഞ്ഞാലും ആ ഒരു ഫാമിലീനെ കാണുന്ന സമയത്ത് ഇന്ന് മരിച്ചു പോയിട്ടുള്ള ആ അച്ഛനെക്കുറിച്ച് ഒന്നും അറിയാതെ ഒരു കൈക്കുഞ്ഞായിട്ട് 1.5 വയസ്സുള്ളൊരു കുട്ടി, നിരഞ്ജൻ്റെ കുട്ടി അവിടെ ഒന്നും അറിയാതെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന സമയത്തെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കണം, ഇതുപോലുള്ള ഒരു സമൂഹം നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാനെന്ന് പറഞ്ഞാൽ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആ സമൂഹം അവിടെ ഉള്ളപ്പം നിങ്ങൾക്കും ഒരു കടമയില്ലേ ഈ രാജ്യത്തിനെ സ്നേഹിക്കുക, അവർ കഴിയുന്നതും നമ്മളെക്കൊണ്ട് കഴിയുന്ന കോൺട്രിബ്യൂഷൻസ് കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ നമ്മളും കൂടെ ഒന്ന് ബലവത്താക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇൻഫർമേഷൻസും ഈ ഒരു അറ്റാക്കിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്നോ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതൊരു സാധാരണ പൗരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർക്ക് ഒരു പാകിസ്ഥാനിൽ നിന്നൊരു കോൾ വന്നിട്ട് ആ മനുഷ്യൻ ഒരു പോലീസിനെ ഇൻഫോം ചെയ്യേ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ് ഒന്നും നോക്കാതെ, അപ്പോൾ ആ മനുഷ്യൻ്റെ വികാരം എന്തായിരുന്നു? ഈ രാജ്യത്തിനോട് യാതൊരു വിധത്തിലുള്ള സ്നേഹവുമില്ല. ഇവിടെ എന്ത് നടന്നാലും വേണ്ടില്ല, എൻ്റെ വീട്ടിലേക്ക് ഒരു 10-12 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൽ സംതൃപ്തനാണ്. അവിടെ അവൻ്റേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളെ കൊണ്ട് രാജ്യമാണ് ബലിയാടാവുന്നത്. ആ രാജ്യം ബലിയാടാവുന്ന സമയത്ത് ജീവൻ കളയുന്നത് ഇതുപോലെയുള്ള നിരഞ്ജനെ പോലുള്ള ധീരന്മാരായിട്ടുള്ള ജവാൻസ് നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ട് മേജർ രവി ദയവായി തുടരുക. പ്രേക്ഷകരുടെ സജീവ പങ്കാളിത്തം കൂടി ഇതിൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ റോസി ചെറിയാൻ, മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് തൃശ്ശൂർ ജില്ലാ വൈസ് ചെയർമാൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി റോസി ചെറിയാൻ, പ്രതികരിച്ചോളൂ. ശ്രീമതി റോസി ചെറിയാൻ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. നിരഞ്ജന്റെ മരണത്തിൽ വളരെയേറെ ദുഃഖമുണ്ട്. നമ്മുടെ രാജ്യത്തിന് അഭിമാനവും അന്തസ്സായ പ്രവർത്തനം കാഴ്ചവെച്ച നിരഞ്ജൻ മരണപ്പെട്ടത് നമ്മുടെ നാടിന് വളരെയേറെ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖിതയായിരിക്കുന്ന ഭാര്യ ഡോക്ടർ KG രാധികയ്ക്കും മകൾക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. റോസി ചെറിയാനാണ് ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്. വളരെ നന്ദി. എന്തായാലും സജീവ പങ്കാളിത്തം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. മേജർ രവി, ഒരു മലയാളിയെ ഓർത്ത് യഥാർത്ഥത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ മറ്റൊരു മലയാളിയെ ഓർത്ത് ശിരസ് കുനിച്ചൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ സൈനിക രഹസ്യങ്ങൾ ISIക്ക് ചോർത്തി നൽകിയത്
അദ്ദേഹമാണോ എന്ന സംശയം പോലും നിലവിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ മനോഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ, ദേശസ്നേഹത്തിൻ്റെ വൈരുദ്ധ്യമായ രണ്ട് ഘടകങ്ങൾ, അതുകൂടിയൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ? ഇവിടെ ഇപ്പോൾ ചോദിച്ച ചോദ്യം വളരെയധികം പ്രസക്തമാണ്. കാരണം ഒരു ദേശസ്നേഹി അതൊരു മലയാളി, അപ്പുറത്ത് ഇതിൻ്റെ ഫുൾ അക്വിസിഷൻ കൊണ്ടു നടക്കുന്ന വേറൊരു മലയാളി, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു എയർഫോഴ്സ് ഓഫീസർ. ഇതുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം, നമ്മൾ എന്തെങ്കിലും ഒരു ടെററിസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ രാഷ്ട്രീയപരമായിട്ട് ചില ചർച്ചകൾ നടക്കുമ്പോൾ നമ്മളൊരു സമുദായത്തിനെ മാത്രം അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട്, ഇപ്പോൾ ഒരു മുസ്ലിമിൻ്റെ പേരാണ് വന്നതെങ്കിൽ എല്ലാ മുസ്ലിം സമുദായത്തിനെയും നമ്മൾ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇത് നമുക്കൊരു പാഠമാണത്. ഇവിടെ നടന്നിരിക്കുന്ന ഈ സംഭവത്തിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇപ്പോൾ അക്വിസിഷൻ ചെയ്ത് തെളിവുകളെല്ലാം അങ്ങോട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ഹിന്ദുക്കളെ മുഴുവൻ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നതും ദേശദ്രോഹികളാണെന്ന് പറയുന്നതും തെറ്റാണത്. അതുകൊണ്ട് ഒരു സമുദായത്തിലും ഒരാളും ടെററിസ്റ്റുകൾ ഒരു സമുദായത്തിൻ്റെ കുത്തകയല്ല അത്. ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്നലത്തെയും ഫേസ്ബുക്കിനകത്ത് ചില കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുള്ളത്, അതുപോലുള്ള വ്യക്തികളാണ് ഈ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ശാപങ്ങളായിട്ടുള്ളത്. അത് പേരുകൊണ്ട് ഏത് മതമാണെന്നോ ഏത് ജാതിയാണെന്നോ പറഞ്ഞുകൊണ്ട് ആ ജാതിയെ മുഴുവൻ കുറ്റപ്പെടുത്തരുതെന്നുള്ളത് ഞാൻ ആദ്യം മുതലുള്ള സിനിമകൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ രണ്ട് വിരോധാഭാസങ്ങളാണ്. ഒന്ന്, രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തൊരു ബലിയാട്, അത് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ. അപ്പുറത്ത് നമ്മൾ 2 ആഴ്ച മുന്നേ കാണുന്ന ഒരു മലയാളി രാജ്യത്തിന് ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നത്. ആ ഒറ്റിക്കൊടുക്കലിൻ്റെ ഒരു പ്രത്യാഘാതമല്ലേ ഇന്ന് ഇതുപോലുള്ളൊരു ധീരജവാൻ്റെ ജീവൻ കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്? അപ്പോൾ ഇതിനകത്ത് ആരെയാണ് നമ്മൾ കുറ്റം പറയുന്നത്? ഇവിടെ ദേശസ്നേഹം എന്നുള്ള ഒരു എലിമെൻ്റ് ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ രാജ്യത്തിനെ ഒരിക്കലും കൂട്ടായ്മയിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇത് കൂട്ടായ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട്, സമുദായങ്ങളെ അക്യൂസ് ചെയ്തുകൊണ്ട്, സമുദായങ്ങൾ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ദേശസ്നേഹത്തിൻ്റെ കാര്യം നമ്മൾ ആരും കുട്ടികളെ ഉണർത്തുന്നില്ല. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ടാക്സി ഡ്രൈവറുടെ കാര്യം, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ദേശസ്നേഹം കാണിക്കാൻ വേണ്ടി എന്നോട് പലപ്പോഴും സാർ എനിക്ക് പട്ടാളത്തിൽ ചേരണം എന്ന് പറഞ്ഞ് പല ചെറുപ്പക്കാരും വീരും വാശിയും കൂടിയിട്ട് ഫേസ്ബുക്കിനകത്തും പലയിടത്തും എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും, മോനെ, ഒരു ദേശസ്നേഹിയാവാൻ ഒരു പട്ടാളക്കാരനാവണം എന്നുള്ള നിർബന്ധമില്ല. ആ ടാക്സിക്കാരന് ദേശസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ആ പാകിസ്ഥാനിൽ നിന്ന് കോൾ വന്ന സമയത്ത് ആ മനുഷ്യൻ അത് പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊരു സംഭവം നടക്കില്ലായിരുന്നു. അല്ലെങ്കിൽ അവന്മാർ ആ ടാക്സിയിൽ വന്ന് കയറുന്ന സമയത്ത് തന്നെ പോലീസിന് ഇവരെ പിടിക്കാമായിരുന്നു. അപ്പം നമ്മൾ ഓരോരോ വ്യക്തിക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും ഇതുപോലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്തും കാണുന്നവരത് മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഈ രാജ്യത്തിന് കടപ്പെട്ടിട്ടുള്ളവരാണ്. അതിൽ ഓരോരോ വ്യക്തിക്കും, അതൊരു ഓട്ടോ ഡ്രൈവറാണെങ്കിലും ശരി, ഡോക്ടറാണെങ്കിലും ശരി. ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. മലപ്പുറത്തൊരു ബാങ്കിൽ ഒരു ബാങ്ക് മാനേജറാണല്ലോ പ്രക്ഷോഭൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തത്. കുപ്പുവാടയിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് ഇവിടെ ഒരു ഇന്നാളൊരു അക്കൗണ്ടിനകത്തോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ആ ബാങ്ക് മാനേജർ അത് പോലീസിനെ അറിയിച്ചത്? അവിടെയാണ് ദേശസ്നേഹം എന്നുള്ളത് വരുന്നത്. അങ്ങനെയുള്ള ദേശസ്നേഹം എന്ന് പറയുന്ന ഓരോ വ്യക്തിക്കും അത് ചെയ്യേണ്ട കടപ്പാട് അവർക്കുണ്ടെന്നുള്ളത് ആ ബാങ്ക് മാനേജർ കാണിച്ചു. എന്നിട്ടാണല്ലോ DYSP പ്രക്ഷോഭം അത് കാശ്മീരിൽപ്പെട്ട് അതെല്ലാം കൂടെ നമുക്ക് വലിയൊരു സംഭവം. ഇങ്ങനെ ചെറിയ ഇൻഫർമേഷൻസ് കിട്ടുന്ന സമയത്ത് അത് സാധാരണക്കാരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണെങ്കിലും അതിൻ്റെ പേരിൽ നടപടിയെടുക്കുന്ന പോലീസ് ഓഫീസേഴ്സിന് ഇന്ന് വരുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിനപ്പുറത്തേക്കും മോളുന്ന വിളി വരികയാണ്. അതെന്തുകൊണ്ട്? ഇവിടെ ഓരോ സ്റ്റേറ്റിലും ഈ പോലീസുകാരെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്. ഞാൻ ഇവിടുത്തെ MLA ആണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട പോലീസുകാരനെ ഇവിടെ പോസ്റ്റിംഗ് ചെയ്യിക്കണം. ഇതെന്താണ്? എനിക്കിഷ്ടമുള്ളത് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസ് ഫോഴ്സിനെ യൂസ് ചെയ്യുന്നത്. അതാദ്യം മാറ്റിയെടുക്കണം. പോലീസ് ഫോഴ്സ് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവാതെ അവർ ന്യൂട്രലായിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു പട്ടാളത്തിനെ നമുക്ക് ഓരോ സ്റ്റേറ്റിലും ഉണ്ടാക്കാം. കേരളത്തിനകത്ത് നടക്കുന്ന ഭീകരമായിട്ടുള്ള പല അവസ്ഥകൾക്കും പല പോലീസ് ഓഫീസേഴ്സും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സമയത്ത് സീനിയർ ഓഫീസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള റിയാക്ഷനും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഹവൽദാറോ DYSP ആയിട്ടുള്ള ആളുകളുടെ മനസ്സ് നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇതെല്ലാം രാജ്യസുരക്ഷയാണ് ബാധിക്കുന്നത്. ഒരു നിമിഷം ഒന്ന് തുടരുക ശ്രീ മേജർ രവി. കണ്ണൂരിൽ നിന്ന് രാധാമണി എന്ന പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി രാധാമണി പറഞ്ഞോളൂ. രാധാമണി ഒരു എക്സ് ആർമിക്കാരന്റെ ഭാര്യയാണ്. പിന്നെ നിരഞ്ജന് ഞങ്ങളെ കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിരഞ്ജൻ എന്ന ദേശാഭിമാനി എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്, രാജ്യത്തിന് നൽകുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? രാജ്യത്തിന് നല്ല ഇത് തന്നെ നൽകുന്നത്. വളരെ നന്ദി. രാധാമണി എന്ന പ്രേക്ഷകയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികളും നിലവിൽ അർപ്പിക്കുകയും ചെയ്യുന്നു അവർ. മേജർ രവി, ഇവിടെ
നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ദേശസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ വിവിധ തലങ്ങളെക്കുറിച്ചാണ്. താങ്കൾ തന്നെ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ പാക് യുദ്ധം വരുമ്പോഴും ഇന്ത്യ പാക് ക്രിക്കറ്റ് കളി വരുമ്പോഴും മാത്രം രാജ്യസ്നേഹികളാണ് എന്ന് പറയുന്നവരല്ല. അതിനുമപ്പുറം വിശാലമായ അർത്ഥത്തിൽ ഓരോ അണുവിലും രാജ്യസ്നേഹം വഹിക്കുന്നവരാണ് പട്ടാളക്കാർ. ആ അർത്ഥത്തിൽ ഉള്ള പരിഗണന, സജീവമായ സ്നേഹം ഒക്കെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അവർ അർഹിക്കേണ്ടതല്ലേ? ആ തരത്തിൽ അത് കിട്ടുന്നുണ്ടോ നിലവിൽ? ഇവിടെയാണ് ഒരു കോൺട്രാഡിക്ഷൻ വരുന്നത്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഇവിടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് അതിനെ കൊട്ടിഘോഷിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ എനിക്ക് 4 വോട്ടുണ്ടാക്കാം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനോട് ഞാൻ ടോട്ടലി എതിരാണത്. ഈ ഒരു സംഭവത്തിൽ തന്നെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ രാജ്യസ്നേഹം എന്നുള്ളതിനെല്ലാം ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ഇന്നത്തെ ഇവിടുത്തെ കേരളത്തിൻ്റെ ഓരോ ചെറുപ്പക്കാരനും, അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും, ഏത് ചെറുപ്പക്കാരുടെയും മനസ്സിനകത്ത് ഭയങ്കരമായിട്ടുള്ള രാജ്യസ്നേഹമുണ്ട്. അത് ഞാൻ കുരുക്ഷേത്ര എന്നുള്ള സിനിമ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ അവസാനത്തെ ഡയലോഗ് വാജ്പേയി സാഹിബിൻ്റെ സൗണ്ടിൽ ഡയലോഗ് വന്നപ്പം ആ സമയത്ത് ഓരോരുത്തരും വിളിച്ചില്ലേ, നമ്മൾ പിടിച്ചെടുത്ത മണ്ണ് ഒരിക്കലും തിരിച്ചു കൊടുക്കരുതെന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഡയലോഗ് പറഞ്ഞപ്പം ഓരോ ഓഡിയൻസും എഴുന്നേറ്റ് നിന്ന് ആർപ്പ് വിളിച്ചു ഭാരത് മാതാക്കി ചെയ്യുന്നു. അതിനകത്ത് ഒന്ന് ആലോചിക്കണം, അതിലൊരു ഹിന്ദു ഉണ്ടായിരുന്നു, മുസ്ലിം ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം അറിയാതെ ഇവരുടെ മനസ്സിനകത്തുനിന്ന് വന്നു, എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നു, പിടിച്ചെടുത്ത സ്ഥലം തിരിച്ചു കൊടുക്കരുത്. ഈ വികാരമാണ് നമ്മൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതല്ലാതെ ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതൊരു മുസ്ലിമാണ് ചെയ്ത്, അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയോട് മുഴുവൻ എഗൻസ്റ്റ് ആവുക, ഇതൊരു ഹിന്ദുവാണ് ചെയ്തത് എങ്കിലും ഹിന്ദു കമ്മ്യൂണിസ്റ്റുകളെ മുഴുവൻ തല്ലുപിടിപ്പിച്ചുകൊണ്ട് ഉള്ള ദേശസ്നേഹത്തിനെ ഉണർത്താതെ അതിനെ കെടുത്താൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയത്തിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. സാധാരണക്കാരനായ ഓരോ മനുഷ്യനും ഈ വികാരമുണ്ട്. ആ വികാരത്തിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. യുദ്ധം നടക്കുമ്പോഴും ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് ഭാരത് മാതാക്കി ചെയ്യുന്നു വിളിക്കുന്നത്. അതില്ലാത്ത സമയത്ത് എന്താ നമ്മളിതെല്ലാം മറക്കുന്നത്? നമ്മുടെ ദേശീയ ഗാനത്തിനെ പോലും നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയിലുള്ള ചില സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഉന്നത തലങ്ങളിലുള്ള ആളുകളടക്കം ചെയ്യുന്നുണ്ട്. ദേശീയ പതാക എന്താണെന്നുള്ളത് അറിയാത്ത എത്ര പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വികാരം നമ്മൾ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് 1% സമയം ഇതിനു വേണ്ടിയിട്ടെങ്കിലും അവർ മാറ്റിവെക്കണം. ദേശസ്നേഹം എന്നുള്ള അജണ്ട വരുന്ന സമയത്ത് ജാതിയോ മതമോ ഒന്നും സംസാരിക്കാതെ ഈ പട്ടാളക്കാരൻ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ എന്നുള്ള ആ വ്യക്തി ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. ഈ 3 ദിവസം മുന്നേ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരാവശ്യമില്ല. പക്ഷേ അതവിടെ വെച്ചാൽ ആ ബോംബ് ആ ഡെഡ് ബോഡിക്കകത്ത് ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പം നിരഞ്ജനും അദ്ദേഹത്തിൻ്റെ 2IC ത്യാഗിയും 2 പട്ടാളക്കാരും കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് നിരഞ്ജൻ ഇതിനെ ലീഡ് ചെയ്തിട്ട് എന്തുകൊണ്ട് അത് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതറിയാതെ കിടക്കുന്ന ബോംബുകളാണ്, ഗ്രനേഡുകളാണ്. ഈ ബോഡി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന സമയത്തായിരുന്നു ഇത് പൊട്ടിയിരുന്നെങ്കിൽ കൂടെ നിന്നിരുന്ന അതിനകത്ത് ചുറ്റും നിൽക്കുന്ന ഈ ഒരു ക്രൗഡ് മുഴുവൻ മരിച്ചു പോകുമായിരുന്നു. കാരണം അത്രയും വലിയൊരു ആഘാതത്തിലുള്ള ഒരു ബോംബ് ബ്ലാസ്റ്റാണ് അവിടെ നടന്നിരിക്കുന്നത്. കാരണം ഒരു ഗ്രനേഡ് ആക്ടിവേറ്റ് ആയിട്ട് അതിൽ നിന്ന് മൾട്ടിപ്പിൾ ഗ്രനേഡ് ആക്ടിവേഷനാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി നിരഞ്ജൻ ഇത്രയും എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നത്. ത്യാഗിയുടെ കണ്ടീഷൻ ഇസ് വെരി ബാഡ്. ബാക്കി 2 പട്ടാളക്കാർ. അപ്പം ഈ 4 പേര് എന്ത് ചെയ്തിരിക്കുന്നു? നിരഞ്ജൻ എന്നുള്ള കമാൻഡർ ചെയ്തിരിക്കുന്നത് ഇത് കാരണം ഇനി 10 പേര് മരിക്കരുത്, അതിന് മുന്നേ ഞാനത് ഡിഫ്യൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കയറി ചെന്ന് ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇന്ന് ടെക്നോളജി ഇത്രയും അധികം വളർന്നിരിക്കുകയാണ്. ഈവൻ സെൻസിറ്റീവ് സെൻസേഷണൽ വയർ കോണ്ടാക്ട്സ് ഇല്ലാത്തതും നമ്മൾ കാണാത്തതുമായിട്ടുള്ള പല ടെക്നോളജിയും ഈ മിലിറ്റൻസ് കൊണ്ടു നടക്കുകയാണ്. ശ്രീ മേജർ രവി, അവിടെയാണ് കാരണം ഈ പറഞ്ഞ താങ്കൾ വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് നിലവിൽ സൂചിപ്പിച്ചത്. ഈ യുദ്ധമുഖത്തെ വിശാലമായ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ ആദ്യം അനാവരണം ചെയ്യപ്പെട്ടത് നോമാൻസ് ലാൻഡ് എന്ന വിഖ്യാതമായ സിനിമയിലാണ്. അവിടെ കൃത്യമായി ഇവിടെ മിലിറ്റൻസ് ഇതേ തരത്തിൽ ട്രാപ്പ് കെണി പ്ലാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതേ തരത്തിലാകാമോ നിലവിൽ നിരഞ്ജനും അകപ്പെട്ടിട്ടുണ്ടാവുക? കാരണം മരിച്ചു കിടക്കുന്ന മിലിറ്റൻസിന്റെ അടിയിൽ ഈ മൈൻസ് ഗ്രനേഡ് വെക്കുകയും അതറിയാതെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇതിപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയുടെ ഫോട്ടോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ആരും കൊണ്ടുവച്ചിട്ടില്ല. ആ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അയച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ മുകളിൽ ചുരുങ്ങിയതൊരു 40 ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഗ്രനേഡ്സ് ഉണ്ട്. അതിനകത്ത് സെൻസിറ്റീവായിട്ടുള്ള ഗ്രനേഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ പോർഷൻസ് അത് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ചെറിയൊരു മൂവ്മെൻറ്റ് മതി, ഒരു വൈബ്രേഷൻ മതി അത് പൊട്ടിത്തെറിക്കാൻ. അപ്പോൾ അത് ഇവൻ മരിക്കുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയിട്ടോ എങ്ങനെയോ അതിൽ ഏതെങ്കിലും ഒന്ന് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, അത് നമുക്കറിയുന്നില്ല.
അപ്പം ഈ ടെക്നോളജി ഇങ്ങനെ വളർന്ന് വന്ന സ്ഥിതിക്ക് അപ്പോൾ അതുകൊണ്ട് നിരഞ്ജൻ എന്നുള്ള വ്യക്തി ചെയ്തിട്ടുള്ളത്, ഞാൻ ഈ ഡെഡ് ബോഡീനെ ഇവിടെ ഇട്ടിട്ട് ഇത് ഡിഫ്യൂസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന ക്രൗഡ് എന്ന് പറഞ്ഞാൽ 10-12 ആൾക്കാരായിരിക്കും ഇത് എടുത്തുകൊണ്ട് മാറ്റാൻ വേണ്ടി വരുന്നത്. അവർക്ക് അപായം വരരുതെന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ധീരകൃത്യം അവിടെ കിടപ്പുണ്ട്. കാരണം ഇനി വരുന്നവരെ ഞാൻ ഈ റിസ്ക് എടുക്കുന്നത് എന്തിനാണ്? ഇത് വലിയൊരു അപായത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി. ആ റിസ്ക് അദ്ദേഹം എടുത്തിരിക്കുന്ന ജീവൻ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഒരു നിമിഷം കൂടി തുടരുക. ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഡോക്ടർ ഹരിദേവ്, തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ. ഹരിദേവ്, പറഞ്ഞോളൂ. സർ, ആദ്യം തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയധികം പോരാടി വീരമൃത്യു വരിച്ച നിരഞ്ജന ആദരാഞ്ജലികൾ നേരുകയാണ്. മേജർ രവി സാറോടത്ത് എനിക്കൊരു സംശയം ചോദിക്കാമോ? ചോദിച്ചോളൂ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം കേരളത്തിലാണ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് പെട്ടെന്ന് നമുക്ക് ഇതിനൊന്ന് ഇടപെടാൻ വേണ്ടി സാങ്കേതികമായി എന്ത് മികവാണ് സാർ നമുക്കുള്ളത്? അതായത് വരുന്നത് അറ്റാക്ക് ചെയ്യുന്നത് AK-47 ആയിട്ടാണ് ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇത്രയെങ്കിലും സാങ്കേതികമായി ഒന്ന് നമ്മൾ വളർന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള അറ്റാക്കുകൾ, ഇപ്പോൾ അത് എയർഫോഴ്സ് ക്യാമ്പിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് തന്നെ വളരെ ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ക്യാമ്പിൽ തന്നെ നമുക്ക് കീഴ്പ്പെടുത്താൻ ഇപ്പോഴും ആയിട്ടില്ല. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഡോക്ടർ ഹരിദേവ് ചോദിച്ചത്. മേജർ രവി, യഥാർത്ഥത്തിൽ ഞാനടക്കം ഇത്തരത്തിൽ സജീവമായൊരു സംശയം ഉണ്ടായിരുന്നതുമാണ്. കാരണം ഇതിനെ എന്തുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത്. ഇൻ കേസ് കേരളത്തിലാണ് ഇത്തരത്തിൽ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക എന്നതുമാണ് ഹരിദേവ് ചോദിച്ചത്. ഡോക്ടർ ഹരിദേവിൻ്റെ ആ ചോദ്യത്തിന് ഞാനത് ഈ ഡിസ്കഷനിൽ ഞാനത് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ബോംബെ ബ്ലാസ്റ്റ് കഴിഞ്ഞ സമയത്ത് അതുപോലുള്ള ഒരു സെൻസിറ്റീവ് ഏരിയയാണ് ഏറ്റവും അധികം കോസ്റ്റ് കിടക്കുന്ന ഈ കേരളം. കേരളത്തിനകത്ത് എത്രയോ ഓഫീസേഴ്സ്, ഇപ്പം നമ്മൾ സിമി ഗ്രൂപ്പിൻ്റെ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മൂന്നാർ സൈഡിൻ്റെ അവിടെ ഉള്ള കാടുകളിൽ. ഇത് കഴിഞ്ഞിട്ട് പല ഡിസ്കഷനിലും ഞാനിതെല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലൊരു പല ഓഫീസേഴ്സും ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഏരിയകളിൽ നമ്മൾ ഡെറ്ററൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഇത് പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കമാൻഡോ ട്രെയിനിങ് അടക്കം കൊടുത്തിട്ട് സജ്ജരായിട്ട് നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ പോലീസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമാൻഡോ ഫോഴ്സ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ടൊന്നും അതിൻ്റെ ഒരു ആക്ടിവിറ്റീസൊന്നും ഞങ്ങളുടെ ഇതിനു മുന്നേ ഞാൻ അതിനകത്ത് ട്രെയിനിങ് കൊടുക്കാൻ പോകാറുണ്ടായിരുന്നു. അതെല്ലാം ഒരു ഫ്രീ സർവീസായിട്ട് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണത്. അത് ചെയ്യുന്ന സമയത്ത് അതിന് ഗവൺമെൻറ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഓരോരോ വാണിംഗ് പല സ്ഥലത്തും കിട്ടുന്ന സമയത്ത് എന്തുകൊണ്ട് കേരളം ഇത്രയും വൾണറബിൾ ആയിട്ടുള്ള, കാരണം പാകിസ്ഥാനിൽ നിന്നാണ് എല്ലാ അറ്റാക്കുകളും വരുന്നത്. പാകിസ്ഥാൻ ഗവൺമെൻറ് എന്ന് ഞാൻ പറയില്ല. കാരണം പാകിസ്ഥാൻ ആർമി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിനെ എഗ്രി ചെയ്യും. പാകിസ്ഥാൻ ആർമി അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇന്നിപ്പം നവാസ് ഷെരീഫും മോദിജിയുമായിട്ടുള്ള മീറ്റിംഗ് എന്നെല്ലാം പറഞ്ഞ് വളരെ സൗഹാർദ്ദമായിട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്താണ് ISI ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണമെന്നുള്ളത്. കാരണം ISIക്ക് ഈ ഫണ്ട് വരണമെങ്കിൽ അവർക്കിതെല്ലാം ചെയ്തേ പറ്റൂ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇന്ത്യയെ ഇടയ്ക്കിടയ്ക്ക് ആക്രമിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ബോംബെ പോലുള്ള സ്ഥലത്ത് അവർക്ക് അത് വന്ന് ചെയ്യാമെങ്കിൽ കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഇത്രയും അധികം കോസ്റ്റ് കിടക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇതുപോലൊരു അറ്റാക്ക് വരണമെങ്കിൽ കേരളത്തിൽ വരാം. ഇതിനെ എന്തുകൊണ്ട് കേരളം ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നില്ല? പോലീസ് ഫോഴ്സ് എന്നല്ലേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കോസ്റ്റൽ ഏരിയ പ്രൊട്ടക്ഷൻസ് ഇതുപോലുള്ള മെസ്സേജ് ഇപ്പം കുപ്പവാടയിൽ നിന്ന് ബാങ്കിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫറായി ഈ സമയം കിട്ടി അതിനെക്കുറിച്ച് എന്ത് ആക്ഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? ഇതിൻ്റെ എല്ലാം ഒരു ഇറ്റ്സ് എ പാരമൗണ്ടിങ് തിങ്സ് ഇതിങ്ങനെ ഒരു സ്നോ ബോളിംഗ് ആണ്. ചെറിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് 4 ടെററിസ്റ്റുകൾ കേരളത്തിൻ്റെ പിള്ളേരെ പോയിട്ട് ശ്രീനഗറിൽ പോയിട്ട് വെടിവെച്ച് കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. അവിടെ അവർ മരിക്കുന്നുണ്ട്. അതിവിടുന്ന് പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് സൂചന കിട്ടിയിട്ടും എന്തുകൊണ്ട് ആ ഏരിയനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല? നാളെ ഇതുപോലൊരു സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഇന്നത്തെ പ്രസൻറ്റ് സിനാരിയോയിൽ ദേ വിൽ ബി ടോട്ടലി കോട്ട് ഹൈ ആൻഡ്. ഇന്നിപ്പോൾ അവിടെ പട്ടാളമുണ്ട്. നോർത്തേൺ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ പട്ടാളവും CRPFും BSFും വളരെ വിപുലമായ രീതിയിലുള്ള സെക്യൂരിറ്റി ഉണ്ടായിട്ടും ഒരു എയർഫോഴ്സ് ബേസിനകത്തോട്ട് ഇവർക്ക് കയറാൻ ഉള്ള ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഇനിയും ജാഗരൂകരാവേണ്ടതുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അതൊരു നക്സലൈറ്റ് ആണെങ്കിലും ശരി, മാവോയിസ്റ്റ് ആണെങ്കിലും ശരി, സിമി ആക്ഷൻ ആണെങ്കിലും ഇതിനെല്ലാം നെഗ്ലക്റ്റ് ചെയ്യേണ്ട സമയമല്ല. ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യാതെ അതിനെ കണ്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ ലൂപ്പ് ഹോൾസ് എല്ലാം സീൽ ചെയ്ത് പോലീസുകാർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ സജ്ജരാക്കുക എന്നുള്ള പ്രവൃത്തി
ആര് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അനലിറ്റിക്കൽ സ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും യെസ്, അത് സജീവമായ എൻ്റെ തുടർ ചർച്ച കൂടി ആവശ്യമാണ്. ദയവായി തുടരുക. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നു കൊല്ലത്ത് നിന്ന്. സദാശിവൻ എന്ന പ്രേക്ഷകനാണ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. സദാശിവൻ പറഞ്ഞോളൂ. ധീരജവാൻ നീരഞ്ജന ആദരാഞ്ജലികൾ. ആ, അപ്പോൾ മേജർ രവി സാറ് പറയുന്നത് പോലെ നമ്മളെ ഈ തീവ്രവാദികളെ സഹായിക്കത്തക്ക രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടു പോകുന്നുണ്ട്. പാകിസ്ഥാനായാലും ഇന്ത്യയിലായാലും ഈ അവർക്കെതിരെ ഒരു ധീരമായ നടപടിയെടുക്കാൻ ഒരു ആഗോള പ്രസ്ഥാനം വളർന്നു വരേണ്ട അത്യാവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. യെസ്, വളരെ നന്ദി. സദാശിവൻ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്.